ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ചേരിതിരിഞ്ഞുകൊണ്ട് നിലപാട് പറയുകയാണ്. ഫ്രാൻസും ബ്രിട്ടനും പുറമെ കാനഡയും ഇപ്പോൾ പലസ്തീൻ സ്വതന്ത്രമാവണമെന്നും സ്വതന്ത്ര പലസ്തീന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തങ്ങൾ നടത്തുമെന്നാണ് ഒടുവിലായിട്ട് കാനഡ പറഞ്ഞിരിക്കുന്നത്. G7 ഉച്ചകോടിയിൽ അല്ലെങ്കിൽ G7 സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ അഭിപ്രായ ഭിന്നത ഈ വിഷയമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US 7 G7 രാജ്യങ്ങൾ. ഒന്നും രണ്ട് ലോക യുദ്ധത്തിൽ വളരെ പ്രാധാന്യമായി പങ്കെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുമുള്ള രാജ്യങ്ങളാണ് G7 രാജ്യമായിട്ട് പരിഗണിക്കുന്നത്. അതിലിപ്പോൾ കാനഡയുടെയും ഫ്രാൻസിൻ്റെയും UK നിലപാട് വന്നു. ജപ്പാനും അമേരിക്കയും ഏറെക്കുറെ ഒരേ നിലപാടാണുള്ളത്. എന്നാൽ ഇറ്റലിക്കും ജർമ്മനിക്കും ഈ നിലപാടിൽ മാറ്റമുണ്ട്. പലസ്തീൻ സ്വതന്ത്രമാകണമെന്നും അവിടെ നടക്കുന്ന കൂട്ടക്കൊലകൾ അവസാനിക്കണമെന്നും അവരും സ്വാതന്ത്ര്യത്തിൻ്റെ രുചി അനുഭവിക്കണം എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് ഉള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് G7 അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് അമേരിക്കയും സാരമായിട്ട് ബാധിക്കും. അങ്ങനെ ലോകത്ത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലല്ലാതെ മറ്റൊരു ലോക രാജ്യത്തിൻ്റെ വിഷയത്തിലും ഇടപെടുന്ന സമയത്ത് ഇങ്ങനെ അഭിപ്രായ ഭിന്നത G7 രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഏതായിരുന്നാലും സ്വാതന്ത്ര്യത്തിലേക്ക് പലസ്തീൻ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്.